വിദേശ ശക്തി ഡാനിഷ് പ്രദേശത്തെ ഭീഷണിപ്പെടുത്തിയാൽ ആജ്ഞകൾക്ക് കാത്തുനിൽക്കാതെ പട്ടാളക്കാർ ആദ്യം വെടിവെക്കണമെന്ന് വ്യക്തമാക്കുന്ന 1952 ശീതകാല യുദ്ധകാലത്തെ ഒരു നിർദ്ദേശമാണിതെന്ന് മന്ത്രാലയം അറിയിച്ചതായി ഡെൻമാർക്കിലെ പ്രാദേശിക പത്രമായ ബെർലിംഗ് റിപ്പോർട്ട് ചെയ്തു. 1940 ഏപ്രിലിൽ നാസി ജർമ്മനി ഡെൻമാർക്കിനെ ആക്രമിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട നിർദ്ദേശമാണിത്. അന്നത്തെ ആക്രമണം ഈ സ്കാൻഡിനേവിയൻ രാജ്യത്തെ ആശയവിനിമയത്തിൽ ഭാഗികമായ തകർച്ചയ്ക്ക് കാരണമായിരുന്നു. അതിനു പിന്നാലെയാണ് ഈ നിർദ്ദേശം നിലവിൽ വന്നത്. ഗ്രീൻലാൻഡിലെ ഡെൻമാർക്കിന്റെ സൈനിക അധികാരിയായ ജോയിന്റ് ആർട്ടിക് കമാൻഡാണ് ദ്വീപിന് നേരെ ഉണ്ടാകുന്ന ഏതെല്ലാം പ്രവൃത്തികളാണ് ആക്രമണമായി കണക്കാക്കേണ്ടതെന്ന് അന്തിമമായി വിലയിരുത്തുക. ഡെൻമാർക്കിന്റെ ഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുവച്ചതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന വരുന്നത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ഡെൻമാർക്കിന്റെ തീരങ്ങളിലെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുവെന്നാണ് ട്രംപിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിനുമേൽ അധികാരം സ്ഥാപിക്കേണ്ടത് നിർണായകമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. 1951 ഒരു ഉടമ്പടിയിലെ അംഗമാണ് അമേരിക്ക. ഇത് ഡെൻമാർക്കിന്റെ സമ്മതത്തോടെ ഗ്രീൻലാൻഡിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ വിപുലമായ അവകാശങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും ഡെൻമാർക്കും ഗ്രീൻലാൻഡും ഈ പ്രദേശം വിൽപ്പനയ്ക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സുരക്ഷാ ഭീഷണി എന്നത് ട്രംപിന്റെ പൊള്ളയായ വാദമാണെന്നും പ്രദേശത്തെ ഊർജ്ജ സമ്പത്തിലാണ് US പ്രസിഡന്റിന്റെ കണ്ണെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ ഫ്രെഡറിക്കൻ പറഞ്ഞു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ഏതൊരു സൈനിക ശ്രമവും നാറ്റോയുടെ അവസാനമായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. അതിനിടെ ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗ്രീൻലാൻഡ് പദ്ധതിയിൽ നിന്നും പിന്മാറാൻ US നിയമനിർമ്മാതാക്കളെയും പ്രമുഖ ഭരണകൂട ഉദ്യോഗസ്ഥരെയും പ്രേരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത്.